സ്വാഗതം ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക്. മാസം തോറും EMI അടയ്ക്കാത്തവർ ഇന്ന് കുറവാണ്. എന്നാൽ പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരബദ്ധമാണ് EMI അടയ്ക്കേണ്ട ദിവസം ബാങ്ക് അക്കൗണ്ടിൽ ആവശ്യമായ ബാലൻസ് ഇല്ലാതിരിക്കുന്നത്. ബാങ്ക് ബാലൻസ് കുറവായതിനാൽ EMI തുക കുറയ്ക്കാൻ കഴിയുന്നില്ല എന്ന സന്ദേശം ലഭിക്കുമ്പോഴായിരിക്കും പലരും ഈ കാര്യം ശ്രദ്ധിക്കുന്നത് തന്നെ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നീട് പണം അടയ്ക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരും, ഒപ്പം പിഴയും അടയ്ക്കേണ്ടി വന്നേക്കാം. ഇത് മാത്രമല്ല, ഈ പിഴവ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെയും സാരമായി ബാധിച്ചേക്കാം. എന്നാൽ EMI മുടങ്ങിയാൽ വായ്പക്കാരൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഉടനടി ചെയ്യുന്ന ശരിയായ നടപടികളും സമയബന്ധിതമായ പ്രതികരണവും സാമ്പത്തിക ആഘാതം കുറയ്ക്കാനും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പുനർനിർമ്മിക്കാനും സഹായിക്കും. ഇനി EMI മുടങ്ങിയാൽ എന്തു ചെയ്യണമെന്ന് നോക്കാം. EMI മുടങ്ങിയാൽ ആദ്യം ചെയ്യേണ്ടത് നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുക എന്നതാണ്. അടുത്തതായി ചെയ്യേണ്ട കാര്യം വേഗത്തിൽ തുക അടയ്ക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. കാരണം പല വായ്പദാതാക്കളും 35 ദിവസത്തെ ഗ്രേസ് പീരീഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പിഴ ഈടാക്കില്ല. എന്നാൽ കൂടുതൽ വൈകിയാൽ ബാങ്ക് ഈ വിവരം ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ഇത് ക്രെഡിറ്റ് സ്കോർ കുറയാനുള്ള കാരണമാകുകയും ചെയ്യും. വായ്പ നൽകുന്ന ആളെ വിളിക്കുക എന്നതും പ്രധാനമാണ്. EMI മുടങ്ങിയാൽ റിക്കവറി കോളുകൾക്കായി കാത്തിരിക്കാതെ നിങ്ങൾ തന്നെ ചുമതല ഏറ്റെടുത്ത് വായ്പദാതാവുമായി സംസാരിക്കുക. അടുത്തതായി ക്രെഡിറ്റ് സ്കോർ സംരക്ഷിക്കുക എന്നതാണ്. EMI 30 ദിവസത്തിൽ കൂടുതൽ മുടങ്ങിയാൽ അത് സിബിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻ പോലുള്ള ക്രെഡിറ്റ് ബ്യൂറോകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. എന്നാൽ തുടർ തിരിച്ചടവുകൾ കൃത്യമായി നടത്തിയാൽ ഇത് ചിലപ്പോൾ പരിഹരിക്കപ്പെട്ടേക്കാം. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.